ജയിച്ച ബി.ജെ.പിക്കും തോറ്റ ആം ആദ്മി പാർട്ടിക്കും വോട്ട് വിഹിതത്തിൽ കാര്യമായ വ്യത്യാസമില്ല. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളായ ബർബീർ സാഹിബിന്റെയും സന്ദീപ് ദീക്ഷിതിന്റെയും മുന്നിൽ അക്ഷരാർത്ഥത്തിൽ വിയർത്തു. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടും അതിഷി സിംഗിന് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ഇത്രയേറെ സ്ത്രീവിരുദ്ധ മനുഷ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിരുന്ന രമേശ് ബിധൂഡിയായിരുന്നു അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി എന്ന കാര്യവും മറക്കരുത്. കാരണം പ്രിയങ്കയ്ക്കും അതുപോലെ അതിഷിക്കും ഒക്കെ എതിരെ രമേശ് ബിധൂഡിയെ പറഞ്ഞ വഷളത്തരങ്ങൾ ഒന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. എന്നിട്ടും ഈ ഒരു ഭൂരിപക്ഷം ഇങ്ങനെയായെങ്കിൽ അതിന് കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ നിസ്സഹായിയായി അതിഷി നിന്ന മാസങ്ങൾ തന്നെയാണ്. അതിഷി ഭേദപ്പെട്ട MLA-യും മന്ത്രിയുമായിരുന്നു. പക്ഷേ തികഞ്ഞ പരാജയമായ മുഖ്യമന്ത്രിയും വേറെ ആരുമല്ല. മുഖ്യമന്ത്രി സ്ഥാനത്ത് മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ദിവസങ്ങൾ മുഴുവൻ കെജ്രിവാളിന്റെ MLA ഓഫീസിൽ ഹാജർ വയ്ക്കുകയും അവിടെ നിന്നും പറയുന്നത് മാത്രം നടപ്പാക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയായിരുന്നു അതിഷി. ഡൽഹി സർക്കാരിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ പോലും അധ്യക്ഷ കസേരയിൽ ഇരുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. അടുക്കള ഭരണമേ അതിഷിക്കുള്ളൂ എന്ന തോന്നലാണ് ഈ മാസങ്ങൾ ഉണ്ടാക്കിയത്. അടുക്കള മോശം സ്ഥലമല്ലെങ്കിലും പൂമുഖത്ത് ഞെളിഞ്ഞിരിക്കുന്ന വേറെ ആണുങ്ങളെയാണ് ജനങ്ങൾ കണ്ടത്. അവർ അതിനു നൽകിയ വോട്ടാണ് ഡൽഹിയിൽ ഇപ്പോൾ നാം കാണുന്നത്.